Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Start ചെയ്യണ്ട. Start with Good prayer. afternoon. Okay. Start ചെയ്യാം നമുക്ക് കേട്ടോ. Who's going to sing prayer? കേൾക്കുന്നുണ്ടോ? പ്രയർ ആരാ ചൊല്ലാം? സ്റ്റാർട്ട് ചെയ്യൂ. കേൾക്കുന്നുണ്ടോ? Am I audible? എന്താണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ നിങ്ങൾക്ക്? മാം ബിന്ദുജ ആയിരുന്നു പറഞ്ഞത്. ബിന്ദുജ കേറിയിട്ടില്ല. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യൂ. ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണേ. കാരണം സമയം നോക്കി നിങ്ങള് 1:33 ആണ്. 1:30 മലയാളത്തിൽ മതിയോ മുന്നേ പാടിയത്? Yeah, okay. തോട്ടം സൈനികനൊക്കെ ആരില്ലേ അപ്പൊ? സൈനിങ് ഞാനാണേ. Clap your hands, clap your hands. Listen to the music and clap your hands. Stamp your feet, stamp your feet. Listen to the music and stamp your feet. Turn around, turn around. Listen to the music and turn around. Jump up high, jump up high. Listen to the music and jump up high. Sudha. Thought of the day. Life and time are the world's best teachers. Life teaches us to make good use of time, and time teaches us the value of life. Thought of the day.
ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് പറയൂ. കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട്, വെക്കേഷൻ ആയിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? How are you all? സുഖം മിസ്. ക്രിസ്മസ് അടിച്ചു. സുഖം. സുഖാണ്. എനിക്ക് സുഖം. Okay, then how was your Christmas and vacation? വെക്കേഷൻ ചുമയിലൊക്കെ പോയി മിസ്. ചുമ അതെല്ലാ ക്ലാസ്സിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇത് തന്നെയാ, പനിയാണ്. എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് മാറിയിട്ടൊക്കെയാണ്, ചെറിയ ചെറിയ ഇഷ്യൂസ് ആണ്. നമ്മളെല്ലാരും ക്രിസ്മസ് ഒക്കെ എൻജോയ് ചെയ്തോ? അത് എൻജോയ് ചെയ്തു മിസ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാർട്ടിങ്. ആ ടൈമിലൊക്കെ സൗണ്ട് പ്രശ്നമായിരുന്നു, പാട്ടും ഉണ്ടായിരുന്നു. മിസ് കണ്ടായിരുന്നു സെലിബ്രേഷൻ. അതിൽ നമ്മുടെ ഡാൻസ് ഒക്കെ മിസ്സായി പോയി മിസ്. അതായത് ഗ്രൂപ്പ് ഡാൻസ് പാട്ട് വെച്ചാണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അറിയായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു ഇതിൽ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ചിലവർ റെക്കോർഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ റോസ്മി ഇത്തവണ ഉണ്ടായിരുന്നില്ല. ജയശ്രീ കുറച്ച് പേരെ ഫോളോ ചെയ്തത്. ജയശ്രീ കണ്ടു ഞാൻ. രമ്യ ഡാൻസ് ചെയ്യോ? അറിയില്ലായിരുന്നു കേട്ടോ. രമ്യ ഉണ്ടായിരുന്നു മിസ് ഡാൻസിന്. രമ്യ രമ്യ ഇല്ലായിരുന്നു മിസ്. ഞങ്ങളൊക്കെ പാട്ട് പാടിയായിരുന്നു മിസ്. പാട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു, ദേവദൂതർ പാടി എല്ലാരും. സെലിബ്രേഷനിലല്ല ഞാൻ പറഞ്ഞ, രമ്യ അല്ലാതെ ഡാൻസ് പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ് മിസ്, പഠിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ കണ്ടത്. തകർക്കുവാണ് മിസ്. ഇപ്പൊ ഗ്രൂപ്പായിട്ട് തകർക്കുവാണ്. പിന്നെ എൻജോയ് ചെയ്യാണ് എല്ലാവരും. ലൈഫ് അത്രേ ഉള്ളൂ, ഷോർട്ട് ആണ്. അപ്പൊ എല്ലാ മൊമെന്റും എൻജോയ് ചെയ്യാൻ നോക്കാം. ആഗ്രഹമുള്ളതൊക്കെ ചെയ്യാം. നാളെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു മിസ്. റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു എല്ലാരും ഗ്രൂപ്പായിട്ട്. പക്ഷെ ഒരു ഡൗട്ട് ഉണ്ട് മിസ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കറക്റ്റ് ആയിട്ട് ഇനിയിപ്പോ ഈ വരുന്ന എക്സാമില് ഒരു ഫുള്ള് പോർഷൻ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു സംശയമുണ്ട്. നമുക്ക് ഇംഗ്ലീഷില് 1 to 8 ചാപ്റ്റേഴ്സ് വരെയാണ് ടേം 1 എക്സാം വരെ. അതില് ആ 8 വരെയും നമ്മൾ എടുത്ത പോർഷനിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരും, എല്ലാം വരും. അപ്പൊ നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അതിന് മാത്രം ക്വസ്റ്റ്യൻ വരും. ടെൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 4ഉം 5ഉം ചാപ്റ്റർ ഉണ്ടാവില്ല. ബാക്കിയല്ല 1, 4, 5 1, 4, 5 ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. കാരണം ടെൻസ് നമ്മള് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല. അതുകൊണ്ട് വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാമിന് നമുക്ക് പറ്റില്ല. ടെൻസ് എടുക്കാതെയാണെങ്കിൽ 5ലേക്ക് പോകാനും പറ്റില്ല. അതുകൊണ്ട് 4, 1, 4, 5 ചാപ്റ്റേഴ്സ് അപ്പൊ ടേം 1 ഉണ്ടാവില്ല. ബാക്കി എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ മിസ്, താങ്ക് യു മിസ്. അപ്പൊ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞു, വെക്കേഷൻ കഴിഞ്ഞു. അതിന്റെ ചെറിയ ചെറിയ ഹാങ് ഓവർ ഒക്കെ മാറി മാറി വരുന്നു അല്ലെ, വയ്യായിക്ക് മാറി വരുന്നു. കൂട്ടത്തില് മാമിന്റെ വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ വെക്കേഷനോ? ഞങ്ങള് ഇൻസ്റ്റയില് ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ട്, സൂപ്പറാണ്, അടിപൊളിയാണ്. സെലിബ്രേഷന്റെ ആയിരുന്നു അത്, സ്മാർട്സിലെ സെലിബ്രേഷൻ ആയിരുന്നു. അല്ല മിസ്, എല്ലാ ഗ്രൂപ്പ് ഫോട്ടോസും നല്ല സൂപ്പറാണ്. മിസ്സിന്റെ ആയാലും ആതിര മിസ്സിന്റെ ആയാലും എല്ലാവരുടെയും നല്ല അടിപൊളി. പിന്നെ നല്ലതെല്ലെങ്കിലും അങ്ങനെയല്ലേ പറയൂ. എല്ലാം മിസ് ഇതേപോലെ അടിപൊളി. എല്ലാം നല്ല ട്രെൻഡി പിക്സ് ആണ്, സൂപ്പറാണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സെലിബ്രേഷൻ. അങ്ങനെയായിരുന്നു കേട്ടോ. ഡാൻസ് പ്രാക്ടീസ്, അതിന്റെ തിരക്ക്, അങ്ങനെ 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 ദിവസങ്ങൾ അങ്ങനെ കുറച്ച് ദിവസം എക്സ്ട്രാ കിട്ടിയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെ അത്രയും ദിവസം കിട്ടാറില്ല പൊതുവെ. ക്ലാസ് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇവിടെ വരണം, ഓഫീസിൽ വരണം. വർക്കോ അങ്ങനെ കിട്ടണമെങ്കിൽ ഞാൻ ഓഫീസിൽ വരണം. ഇത് ഇത്തവണ അങ്ങനെയും വരേണ്ടി വന്നില്ല. അല്ല, വർക്ക് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് അത്രയും ദിവസം ഒഴിവ് കിട്ടി. ചുമ്മാ വീട്ടിലിരിക്കായിരുന്നു. വീട്ടില് പിന്നെ മക്കളുടെ കൂടെ
ഫ്രീ എന്ന് പറയാൻ പറ്റില്ല. അതെ മിസ്, ഫ്രീ എന്നും പറയാൻ പറ്റൂല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാ അപ്പ പണിയാക്കുന്നു. പിന്നെയും ഞങ്ങൾക്ക് ഓഫീസിൽ വരുമ്പോഴാണ് കുറച്ചെങ്കിലും ഫ്രീ ടൈം കിട്ടുക. ക്ലാസ് ടൈം മാത്രം റിക്വസ്റ്റ് ചെയ്തിരിക്കുവാണ് ഹസ്ബൻഡിനോട്. അപ്പൊ ബാക്കിയൊക്കെ തീർത്തിട്ടാ വന്നിരിക്കുന്നത്. പിന്നെ ഇളയത് മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളവർ രണ്ടുപേരും വലിയ കുട്ടികളായി. എന്നാലും അവർക്ക് ഓരോ ടൈമിനാണ് അവര് കഴിക്കുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോ രണ്ടാമത്തെ ആൾ അല്ല മൂത്താള് കുറച്ച് കഴിഞ്ഞിട്ടേ വേണം എന്ന് പറയുള്ളൂ കഴിക്കാൻ. അങ്ങനെ അവരുടെ വെക്കേഷൻ ഫ്രീ ആണല്ലോ. അപ്പൊ ഇനി എന്താ വിശേഷം എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യണം. കോൺവെക്കേഷനും മിസ്സുമാരുടെ ഡാൻസ് ഞങ്ങളുടെ കൂടെയും വേണം. ഡാൻസ് എന്തായാലും ഉണ്ട്. എല്ലാ കോൺവെക്കേഷനും ടീച്ചേഴ്സിനും ഡാൻസ് ഫസ്റ്റ് ആണ്. അതുകൊണ്ട് അതിൽ പേടി വേണ്ട. കൂടെ നിങ്ങൾ എൻജോയ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. കളിക്കാൻ ഡാൻസ് കളിക്കാൻ എല്ലാരും ആഗ്രഹിച്ചിരിക്കുക. പിന്നെ യുഎയിലെ ഐശ്വര്യക്ക് മാത്രം ഈ ഫെബ്രുവരിയിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ലീവ് ഉള്ളൂ. അപ്പൊ ഫെബ്രുവരിയിൽ പ്രാക്ടിക്കലിന് വരണമെന്നും പറഞ്ഞിരിക്കുവാണ്. ആ ടൈമിന് പ്രാക്ടിക്കലിന് കൂടുതലും ഫെബ്രുവരിയിൽ തന്നെ ആവാനല്ലേ മിസ് സാധ്യത? പ്രാക്ടിക്കല് ഇല്ല മിസ്. ഓക്കെ, നമുക്ക് ടൈം ഉണ്ടല്ലോ. നിങ്ങൾക്ക് ടൈം ഉണ്ട് മിസ്. ജൂൺ വരെ പോവോന്ന് വരെ ഡൗട്ട് ഉണ്ട്. പോവാൻ ചാൻസ് ഉണ്ട്. ഇതുവരെയുള്ള ബാച്ചസ് ഒന്നും തീർന്നിട്ടില്ല. 12, 13 ഒന്നും തീർന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടല്ലേ കുട്ടിയൊക്കെ വരാം. അപ്പൊ ടൈം ഉണ്ട്. അപ്പൊ ഫെബ്രുവരിയിൽ ടൈം ഉണ്ട്. എനിക്ക് തോന്നുന്നു കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് 1 month മുന്നായിരിക്കാം മേ ബി പ്രാക്ടിക്കലി വെക്കാൻ തോന്നുന്നു. ഇൻഫർമേഷൻ നോക്കാം. ഓക്കെ, അപ്പോ എന്താണ് ഒന്നും പറയാനില്ലല്ലോ. പഠിച്ചാലോ ഇനി? ഓക്കെ, അപ്പോ പ്രിപ്പോസിഷൻ ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി നമ്മള് ടെൻസിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരുന്ന ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. അപ്പൊ അതുവരെയുള്ള പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കംപ്ലീറ്റ് ചെയ്തു. ടെൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ചിരിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും വന്നാല് ചോദിക്കുക. ഡൗട്ട്സ് വെച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ കാണരുത്. കാരണം ടെൻസ് എന്ന് പറയുമ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്നും വരാം. അത് നിങ്ങൾ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്താണെങ്കിലും ഓപ്പണായിട്ട് തന്നെ ചോദിക്കാൻ നോക്കാം, അല്ലെങ്കിൽ പറയാം. ക്ലിയർ? നോട്ട്ബുക്കിൽ എഴുതാൻ പറയുമ്പോൾ മാത്രം നോട്ട്ബുക്കിൽ എഴുതുക. അതുവരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ എല്ലാ ലാംഗ്വേജിലും ടെൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ മാത്രമല്ല കേട്ടോ. നിങ്ങൾ എല്ലാവരെയും വിചാരം ഇംഗ്ലീഷിൽ മാത്രമാണ് ടെൻസ് ഉള്ളതാണ്. അങ്ങനെയല്ല. നമ്മൾ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്മള് ഒരു എന്താണ് ഡിസ്ട്രിക്ട് പാർട്ടാണ് എന്ത് പറയുന്ന ലാംഗ്വേജ് എന്ന് പറയും അല്ലെ. അതിപ്പോ മലയാളം ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ അത് സംസാരിക്കണമെങ്കിൽ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ടെൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം മലയാളത്തില് ഞാനിപ്പോ നടക്കാണ് എന്ന് പറയുന്നതും, ഞാനിപ്പോ എന്താണ് വീട്ടിലാണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഞാൻ അവിടെ പോയി, ഞാനിവിടെ പോകുന്നു, ഞാനിവിടെ പോകുകയാണ് എന്നൊക്കെ പറയുന്നത് ഡിഫറെന്റ് അല്ലേ? അല്ലേ? എല്ലാരും നിങ്ങൾക്ക് ഒരേ മീനിങ് ആണോ കിട്ടുന്നത്? അല്ല. നമുക്ക് നമ്മുടെ മൈൻഡിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ കറന്റ് സിറ്റുവേഷൻ എന്താണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നത്. അതും എല്ലാം ബേസ്ഡ് ഓൺ ടെൻസ്. ഓക്കെ, ഏതൊരു ലാംഗ്വേജും ബേസ് നമ്മൾ പറയണതും അതെല്ലാം ബേസ് ചെയ്യുന്ന എന്താണ് ടെൻസിലാണ് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷിൽ മാത്രമല്ല ടെൻസ് ഉള്ളത്, അത് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇംഗ്ലീഷില് ടെൻസിലേക്ക് വരാണെങ്കിൽ നമുക്ക് we have 3 tense. First one is present and last one future. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വർത്തമാനം, ഭൂതം,
ഭൂതം ഭാവി വർത്തമാനം. ഓക്കെ, അപ്പൊ അതാണ് എന്ത് മലയാളത്തിലെ ടെൻസ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷില് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ. അതില് ഈ 3 ടെൻസിലും വി ഹാവ് 4 ആക്ഷൻസ്. ആക്ഷൻസ് വീതമാണ് ഓരോ ടെൻസിലും ഉള്ളത്. അങ്ങനെ നമ്മൾ ടോട്ടലി 12 ടെൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, പ്രസന്റ് ടെൻസിൽ പറയുകയാണെങ്കിൽ ആക്ഷൻസ് ഏതൊക്കെയാണ്? സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സെയിം തന്നെയാണ് പാസ്റ്റിലും ഫ്യൂച്ചറിലും വരുന്നത് കേട്ടോ. അങ്ങനെ 4 ആക്ഷൻസ് കൂടി വരുന്നതാണ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അങ്ങനെ ടോട്ടൽ 12 ടെൻസ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്കില് പ്രസന്റ് ടെൻസ് എഴുതാ, 4 ആക്ഷൻസ് താഴെ എഴുതാ. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ടെൻസ് എഴുതാ, അതുപോലെ തന്നെ 4 ആക്ഷൻസ് എഴുതാ. പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സെയിം ഫ്യൂച്ചർ അതുപോലെ തന്നെ എഴുതാം കേട്ടോ. 12 ടെൻസസ് നിങ്ങൾ നോട്ട്ബുക്കില് ഹെഡിങ്ങോട് തന്നെ എഴുതാൻ നോക്കാം. കംപ്ലീറ്റ് ആകുമ്പോ പറയാം കേട്ടോ. ഓക്കെ, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, അങ്ങനെ 4 ആക്ഷൻസ് വീതം ഈ 3ന്റെയും എഴുതി വെക്കാം. കംപ്ലീറ്റ് ആകുമ്പോ പറയൂ കേട്ടോ.
മാം കംപ്ലീറ്റ് ആയോ? അല്ല, ഞാൻ ഇപ്പൊ ക്ലാസ് കയറിയിട്ടുള്ളൂ. മാം എന്താ എഴുതാൻ പറഞ്ഞത്? ഓക്കെ, ഞാൻ ടെൻസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, ആ ടെൻസില് അറിയാലോ 3 ടെൻസ് ഉണ്ട്, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൽ 4 ആക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോട്ട്ബുക്കിൽ എഴുതി കൊടുക്കുക. ഫസ്റ്റ് പ്രസന്റ് ടെൻസിൽ എഴുതി കൊടുക്കുക. അതിന് താഴെ 4 ആക്ഷൻസ് ഇല്ല. അതായത് പ്രസന്റ് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് 4 ആക്ഷൻസ് ഇല്ല. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിലും 4 ആക്ഷൻസ് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിൽ എഴുതാം. ക്ലിയർ ആയോ? കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ആയോ? എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ആയല്ലോ. ഇനി നമ്മള് പഠിക്കുന്നത് ഓരോ ആക്ഷൻസ് ആണ് കേട്ടോ. പ്രസന്റ് ടെൻസിൽ തന്നെ ഫസ്റ്റ് ആക്ഷൻ ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, ഹെഡിങ് എഴുതാം, സിമ്പിൾ പ്രസന്റ് എന്ന് എഴുതാം. മെയിൻ ഹെഡിങ് പ്രസന്റ് ടെൻസ് കൊണ്ടിട്ട് അതിന്റെ സെക്കൻഡ് ഹെഡിങ് ആയിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് എഴുതാം. എഴുതി വെക്കാം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമ്മള് സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യും എന്ന് നമ്മൾ പഠിക്കണം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എഴുതരുതേ, നോട്ടിൽ എഴുതുന്നാരും. നിങ്ങള് മലയാളം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മള് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാ പറയുന്നത് എന്ന് പറഞ്ഞേ. ഡെയിലി റൊട്ടീൻ എങ്ങനെയാ, ഹാബിറ്റ് എന്താണ്? ഡെയിലി രാവിലെ എന്തൊക്കെയാ ചെയ്യാറ്? രാവിലെ നിങ്ങൾ ഒരു റൊട്ടീൻ പോലെ ഹാബിറ്റ്സ് പോലെ പറയില്ലേ, എന്താണ്? ജസ്റ്റ് പറഞ്ഞേ. പറയൂ. രാവിലെ എണീറ്റ് നമ്മൾ ബ്രഷ് ചെയ്യും. ഡെയിലി റൂട്ടീൻ ബ്രഷ് അവർ ടീത്ത് അല്ലേ, ചായ, മേക്ക് ടീ. ഡെയിലി റൂട്ടീൻ ആണോ? ഡെയിലി റൊട്ടീൻ പോലെ മലയാളത്തിൽ പറയും. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. മലയാളം മതി. രാവിലെ എണീക്കും, പല്ല് തേക്കും, ചായ കുടിക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കും, പിന്നെ ഉച്ചക്ക് ലഞ്ച് കഴിക്കും. ചെയ്യണം. റൊട്ടീൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നല്ല കേട്ടോ. പറയൂ, കറക്റ്റ് ഒരു ടോൺ കിട്ടുന്നുണ്ടോ പറയാനാ. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, എങ്ങനെയാണ് രാവിലെ? കാരണം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പറയാം. പറയൂ. രാവിലെ ഒരു 6:30 എഴുന്നേൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ പല്ല് തേക്കും. പല്ല് തേച്ച് കഴിഞ്ഞ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, അത് കഴിക്കും. അത് കഴിഞ്ഞ് ഉച്ചത്തെ ലഞ്ചിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ലഞ്ച് കഴിക്കും. അങ്ങനെ നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതാണെന്ന് വിചാരിക്കും. ഒരു ഡേ ഇൻ മൈ ലൈഫ് മലയാളം ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചു ഡെയിലി ചെയ്യുന്ന കാര്യം ഡയറിയിൽ എങ്ങനെയാ എഴുതാം? കറക്റ്റ് മലയാളത്തിൽ നിങ്ങൾ എങ്ങനെയാ എഴുതാം? നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല എഴുതുന്നത്. ഞാൻ ഇന്നൊക്കെ പറഞ്ഞു തുടങ്ങുക, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങുക. പറയൂ, സെന്റൻസ് പറയൂ. ഇന്ന് വളരെ നല്ല ദിവസമായിരുന്നു. ഞാനിന്ന് രാവിലെ 6 മണിക്ക് എണീറ്റു. നിങ്ങൾ ആരും രാവിലെ 6 മണിക്ക് എണീറ്റു. നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലെ. നല്ല കിളികളുടെ പാട്ട് കേട്ടു. പാസ്റ്റിലേക്ക് പോകുന്നത്. ഞാൻ പ്രസന്റ് പിടിക്കുമ്പോ നിങ്ങൾ എല്ലാവരും പാസ്റ്റിലേക്കാ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ പറയാറുണ്ടോ നിങ്ങള്? ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കുട്ടികൾ സ്കൂളിൽ പോകുന്നു. ഓക്കെ, ഞാൻ ലഞ്ച് അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു.
ഇങ്ങനെ പറയാറുണ്ടോ? ഉണ്ടോ? ഞാൻ മാത്രമേ പറയാറുള്ളൂ? പറയാറില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ചിന്തിക്കാം. അതായത് ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്നു, അവനത് കാര്യം ചെയ്യുകയാണ്, അല്ലെ ചെയ്യുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, പൊതുവെ നമ്മൾ പറയാറുണ്ട്. അവരിപ്പോ എന്താ, ഇപ്പോ അവർ ഇന്നും രാവിലെ ജിമ്മിൽ പോകും. പോകും എന്ന് പറയുന്നത് പോകുന്നു എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ശരിയാണോ? മലയാളത്തില് നമ്മൾ പോകും എന്ന് പറയുന്നതും പോകുന്നു എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ടെൻസ് അങ്ങോട്ട് നന്നായിട്ട് മാറും, മീനിങ് തന്നെ മാറും അല്ലെ? ചെയ്യുന്നു എന്നും ചെയ്യും എന്നും ചെയ്യുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിഫറെന്റ് ആണോ? ഞാൻ ഇത് പറഞ്ഞതെല്ലാം ഡിഫറെന്റ് അല്ലേ മലയാളത്തില്? അത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് ഈ ടെൻസിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റും. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് നമ്മള് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് റൊട്ടീൻ ആണെന്ന് പറയാം, ഒരു ഹാബിറ്റ് ആണെന്ന് പറയാം. ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് ഈ ടെൻസ് ആണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ പിന്നെ ഒരു കാര്യം, നമ്മള് പെർമനന്റ് സിറ്റുവേഷൻസ് പറയാനും ഈ ടെൻസ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്, ഓക്കെ, യൂണിവേഴ്സൽ ട്രൂത്ത് പറയുമ്പോഴും നമ്മൾ ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെയൊക്കെയാണ് എവിടേക്കാണ് എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങള് ഹെഡിങ് എഴുതിയാലോ നോട്ട്ബുക്കില്? സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന്. ഓക്കെ, ദെൻ പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് habit or routine എഴുതാം. Habit or routine. Habit or routine. Then permanent situation. Permanent situations. Universal truth. Or tangible or schedules there. Screen share ചെയ്തിട്ടുണ്ട്, അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സിലാണ് നമ്മൾ മോസ്റ്റ്ലി ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇതില് യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുമ്പോൾ പ്രപഞ്ച സത്യങ്ങളാണ്. പ്രപഞ്ച സത്യങ്ങൾ പൊതുവെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? സൂര്യൻ എവിടെ ഉദിക്കുന്നേ? സൂര്യൻ കിഴക്കുദിക്കുന്നു. സൂര്യൻ കിഴക്കുദിക്കുന്നു. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. മത്സ്യങ്ങൾ ജലത്തിൽ ജീവിക്കുന്നു. ഇതെല്ലാം പോകുന്ന ഒരേ പാറ്റേൺ അല്ലേ? അല്ലേ? ചെയ്യുന്നു, പോകുന്നു എന്ന രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ പറയുന്ന മിക്ക സെന്റൻസുകളും ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ യൂണിവേഴ്സൽ ട്രൂത്ത് അത്രയാണ്. ഇനിയിപ്പോ ഹാബിറ്റ്സും റൊട്ടീനും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ ശീലങ്ങളും ഒക്കെ നമുക്ക് പറയുന്നത് അങ്ങനെ തന്നെയാണ്, ചെയ്യുന്നു ഒക്കെയാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഇനി നിങ്ങളിപ്പോ ജസ്റ്റ് ഈ പോയിന്റ്സ് മാത്രം എഴുതി വെച്ചാൽ മതി. ബാക്കി ഞാൻ പറയാം, മാത്രം എഴുതും. ഈ ക്ലാസ്സിനിടയിൽ നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, ശ്രദ്ധിച്ചിരിക്കും. അപ്പോ ഹാബിറ്റ്സ് റൊട്ടീൻ പറഞ്ഞു, യൂണിവേഴ്സൽ ട്രൂത്ത് പറഞ്ഞു. ഈ പെർമനന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ടൈം ടേബിൾ എങ്ങനെയാന്ന് വെച്ചാല്, നമ്മള് ഇപ്പോ ഒരു കട അല്ലെങ്കിൽ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ നോട്ടീസ് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ആ നോട്ടീസിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ജൂൺ 10 ഷോപ്പ് ഇനാഗുറേറ്റ് ചെയ്യുന്നു അല്ലെ? ആരെങ്കിലും ഇനാഗുറേറ്റ് ചെയ്യുന്നു, അങ്ങനെ പൊതുവെ പറയാറ്, ശരിയല്ലേ? ഷോപ്പ് inaugurates on June 2 അല്ലെങ്കിൽ June 10 എന്ന് പറയും, ചെയ്യുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്കൂൾ ജൂൺ 2 തുറക്കുന്നു. ഓക്കെ, സ്കൂൾസ് ഓപ്പൺ അല്ലെങ്കിൽ സ്കൂൾ ഓപ്പൺസ് ഓൺ 2 June തുറക്കുന്നു എന്നാ പറയുന്നത്. ഇത് പെർമനന്റ് ആണ്. ആരൊക്കെ എന്തൊക്കെ പറ്റിയാലും ഇത് സംഭവം നടക്കും.
ഇനി അത്രയും പറ്റാത്ത എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരാണെങ്കിൽ മാത്രമാണ് പോസ്റ്റ്പോൺ ചെയ്യുക. അതർവൈസ് ഇതെന്താണ് പെർമനന്റ് സിറ്റുവേഷൻ ആണ്. എങ്ങനെ വന്നാലും ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ പെർമനന്റ് സിറ്റുവേഷൻ പറയുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഈ ടെൻസ് ആണ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ടൈം ടേബിൾ. നമ്മൾ എന്തെങ്കിലും ഒരു ഫിക്സഡ് പ്രോഗ്രാം ഉണ്ട് അല്ലെ. ഇപ്പൊ മീറ്റിംഗ് ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് 10 o'clock. തുടങ്ങുന്നു എന്നാ പറയാ. ഫാസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഈ ടെക്സ്റ്റ് വെച്ചിട്ടാണ് പറയാറ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കാം. ക്ലിയർ? നിങ്ങൾ വിചാരിക്കുന്നത് ഫാസ്റ്റ് ആണല്ലോ, ഫാസ്റ്റ് വെച്ച് പറയാലോ. ഫാസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ സംടൈംസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. എല്ലാം കൂടി കേൾക്കുമ്പോ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ റിലാക്സ് ചെയ്യാം. നമ്മൾ എല്ലാ ടെൻസും പഠിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായോ? ഹാബിറ്റ് എന്താണ്, ഹാബിറ്റ്സ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക, പെർമനന്റ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്, ട്രൂത്ത് വരുമ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക, ടൈം ടേബിൾ വരുമ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക. സോ ഈ ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നുള്ളത്? മലയാളത്തിൽ മതി, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കണ്ട. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടിയോ? രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയും നമ്മള് അല്ലെ. കുട്ടികൾ സ്കൂളിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ ഇതൊക്കെ പറയുന്ന എല്ലാവരും ഈ ടെൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് അതെല്ലാം സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണെങ്കിലും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഒരുപാട് ഞാൻ ആധികാരികമായിട്ടൊന്നും പോകുന്നില്ല, സിമ്പിൾ ആയിട്ട് പറയാണ്. അതിനുശേഷം നിങ്ങൾ എല്ലാ ടെൻസും പഠിക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കാം, കുറച്ച് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ എല്ലാ ടെൻസും സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് സ്ട്രക്ചർ ചെയ്ത് വെക്കാം. S+V1 എന്നാണ് ഞാൻ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെ. S+V1 എന്നാണ് എഴുതിക്കണം. ഒന്നിന് നിങ്ങൾക്ക് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സബ്ജക്ട് +V1 എന്ന് എഴുതാം. എങ്ങനെയുണ്ട്? S+V1 എന്ന് എഴുതിയിട്ട് S എന്താണെന്ന് ഈക്വൽ ടു S is equal to സബ്ജക്ട് എഴുതിയാലും മതി. നമുക്ക് മനസ്സിലാവുന്ന പോലെയാണ്. അതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ 4 പോയിന്റ്സിനും എക്സ്പ്ലെയിൻ ചെയ്തു. എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് നോട്ട്ബുക്ക് എഴുതെടുക്കണോ? അങ്ങനെയാണെങ്കിൽ അത് എഴുതിയതിനു ശേഷം സ്ട്രക്ചർ എഴുതാം. അല്ല അതർവൈസ് അത് മനസ്സിലായെങ്കിൽ അങ്ങനെ ലീവ് ചെയ്യാം. എക്സ്പ്ലനേഷൻ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണോ വേണ്ടയോ? പറയൂ. വേണ്ട. അതായത് ഹാബിറ്റ്സ്, റൊട്ടീൻ, ഞാൻ പറഞ്ഞ ഈ 4 പോയിന്റ്സ് ഉണ്ടല്ലോ, ആ പോയിന്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണോ എന്നാണ് ചോദിച്ചത്. വേണം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം മിസ്. 4 പോയിന്റ്സ്. അങ്ങനെയാണ് ഈ 4 പോയിന്റ്സ് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായെന്ന് വെച്ചാൽ ആ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ എഴുതി വെക്കുക നോട്ട്ബുക്കിൽ. എപ്പോഴെങ്കിലും ആ നോട്ട്ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ആ രീതിയിലൊന്ന് ജസ്റ്റ് ഷോർട്ട് ആക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുക. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഞാൻ പറഞ്ഞത്, എന്താണ് എഴുതേണ്ടതെന്നൊക്കെ ഏകദേശം എഴുതിയുണ്ട്. സോ അതിൽ നോട്ട് ചെയ്യാം, എഴുതാം. നോട്ട് കംപ്ലീറ്റ് ആകും പറയാട്ടോ. അതിനുശേഷം മാർക്ക് സ്ട്രക്ചർ എഴുതിയാൽ മതി. ഓക്കെ, എഴുതിക്കോളൂ.
ചെയ്യണ്ട. ഓക്കെ, കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആക്കുമ്പോ പറയൂ കേട്ടോ. മാം, ഈ പെർമനന്റ് സിറ്റുവേഷനിൽ അതിനൊരു എക്സാമ്പിൾ എങ്ങനെ എഴുതാം? പെർമനന്റ് സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി എന്തെങ്കിലും കാര്യം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ഷോപ്പിന്റെ ഇനാഗുറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന കാര്യമാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മാരേജ് ഫംഗ്ഷൻ ആവട്ടെ, എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും നമ്മളത് പെർമനന്റ് സിറ്റുവേഷൻ ആണ്, പെർമനന്റ് ആണല്ലോ. ടൈം ടേബിൾ അല്ല, ടൈം ടേബിൾ അത് നാലാമത്തെ ഓപ്ഷനിലല്ലേ വരിക? ടൈം ടേബിൾ
രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. കാരണം സിറ്റുവേഷൻ ആയിക്കോട്ടെ ടൈലബിൾ ആയിക്കോട്ടെ രണ്ടും ഏകദേശം ഒരു ഫിക്സഡ് പ്രോഗ്രാം ആണല്ലോ. രണ്ടിനെയും ഒരുമിച്ച് എഴുതി വെച്ചാലും മതി. ഓക്കെ, രണ്ടിനെയും ഐഡിയ ഒന്ന് തന്നെയാണ്, കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ് കേട്ടോ. ആരും എഴുതി വെക്കും. ഓക്കെ, കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? അപ്പൊ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി എഴുതേണ്ട സ്ട്രക്ചർ എഴുതൂ കേട്ടോ. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1 എന്ന് എഴുതാം, അല്ലെങ്കിൽ S പ്ലസ് V1 എന്ന് എഴുതാം. എന്തായാലും നമ്മൾ ഓരോന്നിനും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഓക്കെ, സബ്ജക്ട് പ്ലസ് V1. ഓക്കെ, സബ്ജക്ട് പ്ലസ് V1 എന്ന് എഴുതി. ഇനി സ്ട്രക്ചർ നമുക്കൊന്ന് എലാബറേറ്റ് ചെയ്ത് പറയാം. എന്താണ് എസ്? എസ് മീൻസ് സബ്ജക്ട്. എസ് എന്ന് പറയുന്നത് സബ്ജക്ട് ആണ്. ഓക്കെ, എഴുതാം കേട്ടോ നിങ്ങൾക്ക്. എസ് എന്താണ്? സബ്ജക്ട് ആണ്. V means V for verb first form. verb first form ആണ്. V1 എന്ന് പറയുമ്പോൾ verb first form ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. വെർബിന്റെ നോട്ട്സ് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് V1 V2. അപ്പൊ അതറിയാം. V1 വെർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പൊ സ്ട്രക്ചർ നമുക്ക് മനസ്സിലായല്ലോ. ഒരെണ്ണം സബ്ജക്റ്റ് ആണ്, ഒരെണ്ണം V1 ആണ്, ഉറപ്പാണ്. ഇനി അറിയേണ്ട ഒരു കാര്യം, നമ്മൾ സെന്റൻസ് എഴുതുമ്പോ നമുക്ക് ഈ ടെൻസിൽ ഒരു റൂൾ ഉണ്ട്.
ആ റൂളിനെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ സെന്റൻസ് എഴുതാൻ പറ്റും. അത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ആയിരിക്കണം എന്ത് സിംഗുലർ വേർബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, singular verb used with the singular subject and plural verb used with the plural subjects. ഇതാണ് ഇതിന്റെ റൂള്. ഈ റൂള് പഠിക്കാതെ നിങ്ങൾക്ക് ഈ ടെൻസ് വെച്ചിട്ട് ഒരു സെന്റൻസ് എഴുതാൻ പറ്റില്ല. അപ്പോ ഫസ്റ്റ് ഏതാ സബ്ജക്ട് ഏതൊക്കെയാണ് എഴുതണ്ടേ? സബ്ജക്ട് എന്ന് എഴുതി കൊടുക്കാം. സബ്ജക്ട് ഇസിക്കൽ ടു സബ്ജക്ട് ഏതൊക്കെയാണ്? ഐ യു വി ദേ he, she, it, everybody. ഇതാണ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഐ യു വി ദേ he, she, it, everybody. ഐ യു വി ദേ സിംഗുലർ വെർബിന്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റ് അല്ലേ? ഹസ്ന അതിപ്പോ എഴുതണ്ട, ഞാൻ പറയുന്നത് മാത്രം എഴുതുവാണെങ്കിൽ കൺഫ്യൂഷൻ വരും. ഓക്കെ, ആദ്യം സബ്ജക്ട് മാത്രം എഴുതാട്ടോ. ഞാൻ പറഞ്ഞ റൂൾ ഇപ്പൊ എഴുതണ്ട, ഞാൻ പറഞ്ഞ സബ്ജക്ട് ഏതൊക്കെയാണ്? ഐ യു വി ദേ ഹി ഷീ ഇറ്റ് എവരിബഡി ആണ് സബ്ജക്ട്സ്. ഓക്കെ, അതിൽ തന്നെ സിംഗുലർ സബ്ജക്ട് ഉണ്ട്, പ്ലൂറൽ സബ്ജക്ട് ഉണ്ട്. ഫസ്റ്റ് ഏതാ പ്ലൂറൽ സബ്ജക്ട് ഏതൊക്കെയാണ്? ഐ യു വി ദേ ആണ് പ്ലൂറൽ സബ്ജക്ട്. പ്ലൂറൽ സബ്ജക്ട് ഐ യു വി ദേ. സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാ? ഹി ഷീ ഇറ്റ് എവരിബഡി. സിംഗുലർ സബ്ജക്ട് ഹി ഷീ ഇറ്റ് എവരിബഡി. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ സ്ട്രക്ചർ എഴുതി. സബ്ജക്ട് പ്ലസ് V1 സ്ട്രക്ചർ എഴുതി. അതില് എക്സ് എന്താണ്? സബ്ജക്ട് ആണ്. V1 ബേസ് ഫോം ഓഫ് ദി വെർബ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് ആണ്. ഇനി സബ്ജക്റ്റിൽ തന്നെ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിന് എഴുതി അല്ലെ? സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ഐ യു വി ദേ ഹി ഷീ ഇറ്റ് എവരിബഡി ആണ് സബ്ജക്ട്സ്. അതിൽ തന്നെ പ്ലൂറൽ സബ്ജക്ട് ഉണ്ട്. ഐ യു വി ദേ ആണ് പ്ലൂറൽ സബ്ജക്ട്. സിംഗുലർ സബ്ജക്ട് ഹി ഷീ ഇറ്റ് എവരിബഡി ആണ്. ഇത്രയും നോട്ട്സ് എഴുതിയാലോ? എന്തോ ഒന്നുകൂടി പറയോ? ഐ യു വി ദേ സിംഗുലർ സബ്ജക്ട്. ഞാൻ പറയാം. സബ്ജക്ട് ഐ യു വി ദേ ഹി ഷീ ഇറ്റ് എവരിബഡി. സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഷീ ഐ യു വി ദേ ഹി ഷീ ഇറ്റ് എവരിബഡി. എവരിബഡി മാത്രം സ്ക്രീനിൽ ഇല്ല, എഴുതിക്കൊള്ളുന്നതാണ്. ഇത്രയാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. അതിൽ തന്നെ പ്ലൂറൽ സബ്ജക്ട് ഐ യു വി ദേ അതൊക്കെയാണ് എന്ത്? പ്ലൂറൽ സബ്ജക്ട്. സിംഗുലർ സബ്ജക്ട് ഹി ഷീ ഇറ്റ് എവരിബഡി. ഓക്കെ, 4 പ്ലൂറൽ സബ്ജക്ട് ഉണ്ട്, 4 സിംഗുലർ സബ്ജക്ട് ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും പഠിച്ചല്ലോ, മനസ്സിലായില്ലേ? ഇനി വെർബിൽ തന്നെ V1 V2 V3 ഫോംസ് ഉണ്ട്. ഓൾറെഡി പറഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് നോട്ട് എഴുതണമെങ്കിൽ നോട്ട് എഴുതാം. V1 എന്താ? പ്രസന്റ്. V2 past. V3 past participle. V1 present, V2 past, V3 past participle. ഇങ്ങനെയാണ് 3 ഫോംസ് ആയി, 3 ഫോംസ്. ഇതില് V4 കൂടി ഉണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ ചുമ്മാ എഴുതി വെച്ചോ. V4 ആക്ഷൻ വരെ. V4 എന്താ? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് കേട്ടോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ആണെങ്കിൽ V4 എന്താ? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി, ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ? ഇതാണ് വേർബിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി വേർബിൽ തന്നെ നമുക്ക് സിംഗുലർ വേർബ് ഉണ്ട്, പ്ലൂറൽ വേർബ് ഉണ്ട്.
ഓക്കെ, ഇപ്പോ ഒരു എക്സാമ്പിൾ ചുമ്മാ പറയുകയാണെങ്കിൽ നമ്മൾ നൗണിന്റെ ചാപ്റ്റർ എടുത്തപ്പോ പ്ലൂറൽ നൗണും സിംഗുലർ നൗണും പഠിച്ചു അല്ലെ? പോയി എന്താണ്? പോയി. Go is a name or noun. Go എന്ന് പറയുന്ന noun ആണല്ലോ അല്ലെ? അപ്പൊ ഇത് go എന്ന് പറയുന്ന പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? Singular. ഓക്കെ, അപ്പൊ ഒരു പ്ലൂറൽ Boys. boys ആണ്. Boys. Clear? അപ്പോ നൗണിന്റെ കാര്യത്തില് നമുക്ക് ഒരു എസ്ഒ ഇഎസ്ഒ ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പ്ലൂറൽ കിട്ടും. നൗണിന്റെ ബേസ് എന്ന് പറയുകയാണെങ്കിൽ പ്ലൂറൽ കിട്ടും. പക്ഷേ വെർബിൽ എങ്ങനെയാണെന്ന് അറിയോ? വെർബ് ഗോ, ഗോ എന്ന് പറയുന്ന വെർബാണ്. ഈ ഗോ എന്താണ്? പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? ഓക്കെ, ഈ ഗോ എന്ന് പറയുന്നത് പ്ലൂറൽ വെർബാണ് കേട്ടോ, പ്ലൂറൽ ആണ്. ഇനി ഗോയിനെ നമ്മൾ എങ്ങനെ സിംഗുലറൈസ് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഒരു ഇഎസ് ആഡ് ചെയ്യാം, അതെന്തായി ഗോസ് ആയിട്ട് മാറും. അപ്പൊ ഗോ പ്ലൂറൽ ആണെങ്കിൽ ഗോസ് എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ നൗൺ എന്ന് പറയുന്നത് എസ് ഇഎസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലൂറൽ ആവുമെങ്കിൽ വെർബിന്റെ കാര്യത്തിൽ വരുമ്പോൾ നേരെ തിരിച്ചാണ്, ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, എസും എസും ആഡ് ചെയ്ത് വരുന്ന വെർബ് എന്താണ്? സിംഗുലർ ആണ്. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഡൗട്ടായോ? Confusion. കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാട്ടോ. അപ്പൊ ഗോ എന്താണ്? ഗോസ് ആകും. ഗോ പ്ലൂറല്, ഗോസ് സിംഗുലർ. റൺ ആണെങ്കിലോ? റൺ 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 ഓടുക. പറ, റൺ എന്താകും? റണ്ണ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? Plural. ഓക്കെ, അപ്പൊ സിംഗുലറൈസ് ചെയ്യൂ. Runs. Runs. റൺസ് ആണ്. റൺസ്. Ran. പ്ലേ എന്താകും? പ്ലേ പ്ലേസ് ആണോ? പ്ലേസ് ആണ്. Plays. ഓക്കെ, കം കംസ് ഇഎസ് ചേർക്കും. Yes. അതെ, Comes. COMES. കംസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇത്രയും പഠിക്കും, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എങ്ങനെയുണ്ട്? കൊള്ളാലോ, സിമ്പിൾ അല്ലേ? അല്ലെ? നന്നായിട്ട് പഠിക്കും, ശ്രദ്ധിച്ചിരുന്നാല് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങള് നോക്കിയിട്ട് വരാം. വെർബിന്റെയും സിംഗുലർ വെർബും പ്ലൂറൽ വെർബും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. അറിയാം, ഓൾറെഡി അറിയാവുന്നതാണ്. ജസ്റ്റ് എസ്ഒ ഇഎസ് ആഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. റൺ ആകും, ഫൈറ്റ് റൈറ്റ്സ് ആകും, പ്ലേ പ്ലേസ് ആകും, റീഡ് റീഡ്സ് ആകും, ജംപ് ജംപ്സ് ആകും, കം കംസ്. അതില് ചിലതില് ഇഎസ് ചേർക്കണം, ചിലതില് എസ് ചേർക്കണം. അത് സ്പെല്ലിംഗ് അനുസരിച്ചിരിക്കും. ഗോ ഗോസ് ആണ്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും, അതൊക്കെ നോട്ട് ചെയ്യാം. അറിയാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് പറയാം. കേട്ടോ. Ma'am, Jana sign out. Okay. Thank you, ma'am, for a wonderful class. A lot of confusions in our mind has been cleared in this class. Thank you, everyone, for attending the class. Thank you, ma'am. കൺഫ്യൂഷൻ ക്ലിയർ ആയോ? അത് കൺഫ്യൂഷൻ ആയോ? ആദ്യം confusion ആയി. രണ്ടുണ്ട്. Okay, okay. So thank you all. Then happy New Year in advance. Okay.
So, Okay, Miss, advance happy new year. okay. Advance Happy New Year. Yeah. Thank you. Thank you. Thank you, Miss.